എൻ്റെ പേര് അനു ആൻ്റണി. ഞാൻ ചേന്നഗിരിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ആദ്യത്തെ ധ്യാനമാണ്. ഇവിടെ വന്നപ്പോൾ ഒത്തിരിയേറെ ഹൃദയഭാരത്തോടെയാണ് ഞാൻ വന്നത്. പക്ഷേ ഇന്നത്തെ ആരാധന കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഫ്രീ ആയി, ഒത്തിരി ആനന്ദമായി. എനിക്കൊന്നും ചിരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ശരിക്കും. എനിക്ക് ഒത്തിരി സന്തോഷമായി. അതുപോലെ തന്നെ ഭാഷാവൃത്തി സ്തുതിക്കാനൊക്കെ സാധിച്ചു. ഇന്നലെ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി എനിക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഒത്തിരി എൻ്റെ സങ്കടം ദുഃഖമൊക്കെ ഒഴുകി പോയ പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇന്നലെ സംസ്റ്റിക്ക അമ്മയും നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ തോളിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതുപോലെ തന്നെ മാതാവും എൻ്റെ നെറ്റിയിൽ ഉമ്മ തന്നു. ഉണ്ണീശോ ഇങ്ങനെ എൻ്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഉമ്മ വെക്കാനായിട്ട് ഇങ്ങനെ നീങ്ങുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതുപോലെ ഇന്ന് അവിടെ അഭിഷേകത്തിൽ അവിടെ വീണ് കിടന്നപ്പോഴാണേലും മാതാവ് അടുത്ത് വന്ന് ചെവിയിൽ രക്തകണ്ണീർ ജപമാല ചൊല്ലണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്മ വന്ന് പറഞ്ഞ പോലെ ഞാൻ കണ്ടു. ഇത്രയൊക്കെയാണ് എനിക്കുണ്ടായത്. ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് കരങ്ങളടിച്ച് ബോധ്യപ്പെടുത്തുകയെ. എൻ്റെ പേര് സാൻജോ. ഞാൻ ഗുരുവായൂരിൽ നിന്നും വരുന്നു. എനിക്ക് ഇവിടെ വന്ന് ഞാൻ പല തവണ പല ധ്യാനങ്ങൾക്കും പോയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗീയ അനുഭവമാണ്. അത് അനുഭവിച്ചിട്ട് തന്നെ മനസ്സിലാവണം, മീൻസ് എക്സ്പീരിയൻസ് ചെയ്യണം. അതായത് സ്വർഗത്തിലാണ് നമ്മൾ ഇവിടെ ഭൂമിയിൽ നടക്കുന്ന ധ്യാനമല്ല ഇത്, സ്വർഗത്തിലാണ് ഇത് നടക്കുന്നത്. ആ സ്വർഗീയ അനുഭവം നമ്മൾ അനുഭവിച്ചറിഞ്ഞിപ്പോൾ ആ ഒരു അഭിഷേകത്തിൽ നമ്മൾ ഇരിക്കും. അതാണ് എനിക്ക് കിട്ടിയ അനുഭവം. ഓക്കെ, ഈശോയെ മാതാവിനെ കണ്ട് സംസാരിച്ച് മാതാവിന്റെ മടിയിലൊക്കെ കിടന്ന് നല്ല അനുഭവം കിട്ടിയിട്ടുണ്ട്. അത് വരും കാലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നന്ദി യേശു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ മകന് ഒത്തിരി അനുഗ്രഹം കൊടുത്തു. അവന് ഏറ്റവും ചെറിയ രീതിയിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈശോയെ മാതാവിനെ കാണാനും ഈശോയുടെ മാതാവിനെ സംസാരിക്കാനും ആ സ്വർഗീയ അനുഭവം അവൻ അതെങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയാൻ പറ്റാത്ത അത് വേണ്ടുവോളും അനുഭവിക്കുകയും ചെയ്തു. ഒത്തിരി അനുഗ്രഹം കൊടുത്തു. ഒന്ന് നന്ദി പറഞ്ഞ കരങ്ങളടിച്ച് ശക്തിയോടെ. പ്രൈസ് ലോർഡ്. പേര് റീന. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 5 ധ്യാനം ഞാൻ ഇവിടെ കൂടി. എനിക്ക് നല്ല സന്തോഷമായിരുന്നു. പിന്നെ എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഈ ജനുവരിയിൽ ഞാൻ വന്നു. ഭയങ്കര വിഷമങ്ങളായിട്ടാണ് ഞാൻ വന്നത്. ഒരു നല്ലൊരു കുമ്പസാരവും ഒരു നല്ല കൗൺസിലിങ്ങും കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നല്ല സന്തോഷമായി. അതുപോലെ ഈ കയ്യിന് നല്ല വേദനയും ഈ കാലിൻ്റെ മുട്ടിന് നല്ല വേദനയുണ്ടായിരുന്നു. ഇവിടെ വന്നത് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് ഇവിടെ വന്ന അഭിഷേകം കിട്ടുന്നതാണ്, എനിക്ക് ഈ കയ്യിൻ്റെയും വേദന മാറ്റി തരണേന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ ഇരുന്ന് കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ഈ കയ്യിന് ഇപ്പോൾ ഒരു വേദനയും ഇല്ല. കാലിൻ്റെ മുട്ടിനും നല്ല സുഖം തോന്നുന്നു. എൻ്റെ അമ്മ മാതാവും റോസമിസ്റ്റിക്ക മാതാവും അസാരി മാതാവും എൻ്റെ യേശുനാഥനും എന്നെ കാത്തു പരിപാലിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നൽകിയ ഒത്തിരി അനുഗ്രഹങ്ങൾ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലിസി. ഞാൻ ചമ്പക്കൊട്ടുനിന്ന് വരുന്നു. എൻ്റെ 8ാമത്തെ ധ്യാനമാണ്. പിന്നെ കഴിഞ്ഞ മാസം 21-ാം തീയതി നമ്മുടെ ചമ്പക്കുളം ഫൊറോനയുടെ ഇടവകയിലുള്ള ഒരു 13 യൂണിറ്റിൻ്റെ കരോൾ ഗാന മത്സരം നടക്കുവാണ്. അപ്പോൾ അതിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റിൽ നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയമായപ്പം എനിക്ക് ഭയങ്കര കഫക്കെട്ടും ഒച്ചയടപ്പും ഒക്കെ ആയിട്ട് എനിക്ക് പാടാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനപ്പോൾ ജിൻസ് ബ്രദറിനെ വിളിച്ചു. അപ്പം ബ്രദർ ഫോണിൽ കൂടെ തന്നെ എന്നെ പ്രാർത്ഥിക്കുകയും ചേച്ചി ധൈര്യമായിട്ട് പോയി പാടിക്കോളാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഇരുന്നു. സാലിമ അപ്പം അവിടെ പള്ളി വന്നു. സാലിമ ഈ രക്തക്കണ്ണീർ ജപമാല പിടിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ പാട്ട് തുടങ്ങി. 13 യൂണിറ്റിനകത്തുനിന്ന് മത്സരത്തിനകത്ത് ഞങ്ങളുടെ യൂണിറ്റ് 1ാം പ്രൈസ് മേടിച്ച് സമ്മാനം മേടിക്കുകയും ചെയ്തു. ആ സെക്കൻഡിൽ തന്നെ ഞാൻ ജിൻസ് ബ്രദറിനെ വിളിച്ചു. ഞാൻ നന്ദി പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇന്ന് വൈകുന്നപാട് രോഗികളുടെ ഇവിടെ നേരെയായിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പം ഇരുന്ന കൂട്ടത്തിൽ ഞാൻ കണ്ണടച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ കണ്ണടച്ചു തുറന്നിട്ട് ഞാൻ സാരി മാതാവിനെ നോക്കിയപ്പം എന്നെ ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചു. ഞാനും നമ്മൾ കൂട്ടുകാരെ കാണിക്കുന്നത് ഞാനും ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഓർത്ത് ദൈവമേ ഞാനിത് ആരെയാണ് കാണിക്കുന്നു വിചാരിച്ചത്. അപ്പം 2 ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യാതിരിക്കുക. അപ്പം ഞാൻ ഓർത്ത് ഇനി അതിൻ്റെ വില കെട്ടായിരിക്കുമെന്ന് കേട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് തിരുമ്മിച്ച് നോക്കിയപ്പം
എന്നെ ഇങ്ങനെ പുഞ്ചിരിച്ച് കാണിക്കുക. അപ്പം ഞാനും ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മോളോടൊന്നും ഇത് പറഞ്ഞില്ല. വയനാടും പിന്നെ നമ്മുടെ തലയ്ക്ക് പിടിച്ചു, ജിൻസ് ബ്രദർ പ്രാർത്ഥിച്ചു, എൻ്റെ തലയിലും പിടിച്ചപ്പോൾ ഞാൻ പുറകോട്ട് വീണ് കടന്ന കൂട്ടത്തിൽ എൻ്റെ ഈ ചെവി വന്നേച്ചും ഈ റോസാമിസ്റ്റിക്ക മാതാവ് എന്നോട് ഇങ്ങനെ പറയുന്നത്, എൻ്റെ കുഞ്ഞെ നീ എന്നെ മറന്നു പോയോ, നീ എൻ്റെ പടം അടിച്ചു കൊടുക്കാത്ത എന്താ, എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോയി. ആ ഞെട്ടലോടുകൂടി എന്നെ ഒരു അടിയും എനിക്കിട്ട് തന്നു. എനിക്കൊരു സ്വയബോധം ഉണ്ടായത്. അപ്പം ഞാൻ ഓർത്ത് ശരിയാണല്ലോ, ഞാൻ സാരി മാതാവിൻ്റെ പടം അടിച്ചു, അമ്മയുടെ പടം ഞാൻ അടിച്ചില്ല. കുറച്ച് നാളായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാരി മാതാവിൻ്റെ പടം മാത്രം എടുത്ത് വെച്ചോണ്ടാ പ്രാർത്ഥിക്കുന്നത്. റോസാമിസ്റ്റിക്കായ മാതാവിൻ്റെ പടം മേളി വെച്ചിരിക്കുക, നമ്മളങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം എന്നോട് അങ്ങനെ ചോദിച്ചത്. പക്ഷേ ഇപ്പം ഞാനൊരു തീരുമാനം എടുത്തു, 2 മാസത്തിനകം ഈ മാതാവിൻ്റെ പടം അടിച്ച പോലെ തന്നെ ഈ രൂപത്തിൽ തന്നെയുള്ള പടം അത്രയും വലിപ്പത്തിൽ തന്നെ നമ്മൾ അടിക്കും. അത് നമ്മൾ ഇവിടെ വരുന്നവർക്കെല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണം. അതിനുള്ള സംഭാവന ഞാൻ തരും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ എനിക്കിപ്പം മൂത്ത 2 പെൺപിള്ളേരാണ്. ഞാൻ അവരുടെ മറ്റൊരാളുടെ കൈകളിൽ കൊടുക്കുന്നവരെ 2 പേര് വളർന്നപ്പോൾ ഒരുപോലുള്ള വസ്ത്രങ്ങളാണ് ഞാൻ ധരിപ്പിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, ഇതടിച്ചപ്പം ഈ അമ്മയ്ക്ക് പിണക്കം വന്നെന്ന് എനിക്ക് നല്ലപോലെ തോന്നി. പിന്നെ ഞാനൊട്ട് കൂടുതലായിട്ട് വിളിക്കുന്നുമില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ തടസ്സങ്ങളൊക്കെ എനിക്ക് ഇടയായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പം ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് പറയാം, 2 മാസത്തിനകം ഈ സാരി മാതാവിൻ്റെ പടം അടിച്ച രീതിയിൽ തന്നെ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ പടം അടിച്ച് ഇവിടെ വരുന്ന എല്ലാ മക്കൾക്കും പടം ഫ്രീ ആയിട്ട് കൊടുക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ഞാൻ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ കൂടിയാണ്. എനിക്ക് ഇവിടെ നടന്നപ്പോൾ മാതാവ് ഇറങ്ങി നടന്ന ഒരു സ്വർഗീയ അനുഭവം തോന്നി. മാതാവ് പോയതിനു ശേഷമാണ് എൻ്റെ അടുത്ത് നിക്കൽമാലൊക്കെ പറയുന്നത്, മാതാവ് നിൻ്റെ മുന്നിൽ കൂടെ പോകുന്നു, നീ ശ്രദ്ധിക്കാതെ നിൽക്കുന്നു. പക്ഷെ മാതാവ് പോകുന്നതിൻ്റെ ആ റോസാപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവപ്പെടുന്നു. പക്ഷെ മാതാവ് എൻ്റെ കൺമുമ്പിൽ പോയതിനു ശേഷമാണ് ഞാൻ മാലാഖ എൻ്റെ കൂടെ വന്ന് നിക്കൽമാലൊക്കെ പറയുന്നു, ഇതാ മാതാവ് നിന്നെ കിടന്നങ്ങ് പോകുന്നു. ആ ഒരു അനുഗ്രഹം തന്നതിന് മാതാവിന് നന്ദി. ഇവിടെ പരിശുദ്ധ അമ്മ ഇറങ്ങി നടക്കുന്ന അനുഭവമാണ് ഈ സഹോദരൻ കണ്ടിരിക്കുന്നത്. മിഖാൽമാലൊക്കെ കടന്നു പോയപ്പോഴാണ് പറഞ്ഞതെന്ന് പറഞ്ഞത്. ഇവിടെ പരിശുദ്ധ അമ്മ ഈ സമുദ്രം ഇറങ്ങി നടക്കുന്ന ഒരു വലിയൊരു അടയാളമാണ് ഈ മകനോട് പറഞ്ഞത്. നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. വലിയൊരു സാധ്യത. എൻ്റെ പേര് ഷീന ബൈജു. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ടാണ് ധ്യാനം കൂടാൻ വരുന്നത്. ഈ ധ്യാനത്തിന് വന്നപ്പം ഞാൻ BSc നഴ്സാണ്. സിംഗപ്പൂർ പോകാൻ വേണ്ടിയിട്ടുള്ള വിസയും ട്രാവൽ ഡോക്യുമെൻറ്റും പെൻഡിങ് ആയിരുന്നു. അപ്പം ഞാൻ ചാൾസ് ബ്രദറിനോട് റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് ഫോൺ ഇങ്ങനെ റൂമിൽ ഉപയോഗിക്കണമെന്ന്. അപ്പം ബ്രദർ പെർമിഷൻ തന്നു, ഒക്കെ ഉപയോഗിച്ചോളാൻ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ എൻ്റെ റിക്രൂട്ടറിന് മെസ്സേജ് അയച്ചു, സർ വാട്ട് അബൌട്ട് ദ അപ്ഡേറ്റ് എന്ന്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ എനിക്ക് റിപ്ലൈ തന്നു, എൻ്റെ വിസ ആൾറെഡി അപ്രൂവ്ഡ് ആയി, എനിക്ക് 15-ാം തീയതിക്ക് മുമ്പ് തന്നെ സിംഗപ്പൂർ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ അതിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. അതേപോലെ ഒരു സാക്ഷ്യം, ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. എനിക്ക് ഒരു ഭയങ്കര ഒരു പൈശാചികമായിട്ടുള്ളൊരു ഉപദ്രവം, എത്രയും വേഗം അങ്ങ് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ജിൻസ് ബ്രദറിനെ സമീപിച്ചു. ബ്രദർ പറഞ്ഞു ഒന്നും പറ്റത്തില്ല, സമാധാനമായിട്ടിരിക്കും, പ്രാർത്ഥിച്ചിരിക്കാൻ. അപ്പോൾ ഇന്നലെ ഞാൻ വീട്ടിൽ പോകേണ്ട എന്നെ ഇന്നും ഇവിടെ പിടിച്ചു നിർത്തി, നാളത്തെ ധ്യാനം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. അപ്പം ഇത്രയേറെ നന്മകൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഒരു മിനിറ്റ്. തമ്പുരാൻ ഈ മകൾക്ക് ആ വിസയുടെ മേഖലയുടെ തടസ്സം, സിംഗപ്പൂർക്ക് പോകുന്ന ആളുകളത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് ആ നോക്കിയത്, മെസ്സേജ് അയച്ചത്. കൃത്യമായിട്ട് ആ സിംഗപ്പൂർ പോകാനുള്ള തടസ്സം മാറി, പോകാനുള്ള വഴി തുറന്നു തന്നു. ഇന്നലെ ധ്യാനത്തിന് ഇനി ഇരിക്കാൻ പറ്റത്തില്ല, പോവുക, ഉള്ളിൽ നിന്ന് ഛർദ്ദിക്കാൻ വരുന്നു, ഇവിടുന്ന് പോകണം, എനിക്ക് പറ്റത്തില്ല, ആരോ ഉള്ളിൽ നിന്ന് പോകാൻ പറയുന്നത്, പിശാച് ഇവിടുന്ന് വിട്ടുപൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് മകൾ വിടുന്നു. വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. ആ മകൾക്ക് ഒരു കുഴപ്പമില്ല, എല്ലാ തടസ്സങ്ങളും മാറി, വഴികളും തുറന്നു കിട്ടി. ഇത് സിംഗപ്പൂർക്കുള്ള വിസയും കിട്ടി. ഇതുകൊണ്ട് എന്ത് വേണം? നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ബോധപ്പെടുത്തിക്കേ. പോരാ, ശക്തിയോടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സിസ്റ്റർ ആലീസ് DMI, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എനിക്കിവിടെ വന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. പ്രത്യേകിച്ച് രക്തത്തിൻ്റെ കണ്ണുനീരിൻ്റെ അമ്മയുടെ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് കിട്ടി. അമ്മയുടെ സുഗന്ധം എപ്പോഴും ഇതിൽ നടക്കുമ്പോഴെപ്പോഴും ഇവിടെ ആരാധനയ്ക്കും പ്രാർത്ഥനയുടെ സമയത്തെല്ലാം നന്നായിട്ട് അനുഭവിക്കാനായിട്ട് എനിക്ക് പറ്റി. അതുപോലെ വചനം വായിക്കുവാൻ കൂടുതൽ
ആർത്തിയോടുകൂടി വചനം വായിക്കാനുള്ള ആ കൃപ എനിക്ക് കിട്ടി. ദൈവത്തിന് നന്ദി. ദൈവം കൊടുത്ത വലിയ അനുഗ്രഹത്തെ ഓർത്ത് സിസ്റ്റർ കൊടുത്ത് കരങ്ങളടിച്ച് ബോധപ്പെടുത്തിക്കേ. പോരാ, ശക്തിയോടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ടീന. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാൻ കുറേ ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ധ്യാനത്തിൽ നിന്നപ്പോൾ ഞാൻ കരുതി ധ്യാനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരുടെ മനസ്സിൽ ഓടി വരുന്നത് കുറേ പാട്ടും കുറേ കയ്യടിയും ഡാൻസും ഒക്കെയാണ്. അപ്പം ഞാനും കരുതി വന്നിട്ട് കുറേ പാട്ട് പാടി കുറേ കൈയടിച്ചിട്ട് ഡാൻസ് വെച്ചിട്ട് തിരിച്ചു പോകാമെന്നാണ്. പക്ഷേ കൗൺസിലിംഗ് കൂടാൻ പറ്റി. കൗൺസിലിംഗ് കൂടിയപ്പോൾ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ അടുത്ത് ഈശോയും മാതാവും നിൽക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളിച്ചിരുന്ന സമയം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം തന്നെ എനിക്ക് കുറേ മഞ്ഞ് കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ എനിക്കൊന്നും വ്യക്തമായില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കൊന്ന് കാണിച്ചു തരണമേ എന്ന്. പിന്നെ ഞാൻ മനസ്സിലായ ആ മഞ്ഞിൻ്റെ ഇടയിൽ മാതാവാണ് നിൽക്കുന്നതെന്ന്. ഞാൻ ഒരു ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ ഇങ്ങനെയൊന്നും കാണാറില്ല. ആദ്യമായി ഈ ധ്യാനത്തിന് വന്ന് എനിക്ക് മാതാവിനെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ചപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം കൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. ഈശോയ്ക്കും മാതാവിനും കോടാനും നന്ദി പറയുന്നു. ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഈ മകളെ ഓർത്തുന്ന കരങ്ങളടിച്ച് ദൈവത്തെ ബോധപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജെയ്സൺ എന്നാണ്. ഞാൻ കൊല്ലം നീണ്ടകരയിൽ നിന്ന് വരികയാണ്. വീട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴത്തേന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടുന്ന് അകത്ത് കയറിയപ്പം ഭയങ്കരമായ തലവേദന കൂടി. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് എല്ലാം പോയി, രാത്രിയും പോയി. പിറ്റേന്നും അതേ കണക്ക് തലവേദനയായി. എന്നെ മെനഞ്ഞാന്ന് ഇന്നലെ പിടിച്ചെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ റൂമിൽ പോയി കടന്ന് അടുത്തുള്ള ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വിക്സ് മേടിച്ചിട്ട് നല്ല ഡീപ്പായിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഒരു സ്വപ്നം കാണുന്നു. ഒരു അമ്മയും ഒരു കുഞ്ഞും കൂടെ അടുത്ത് വന്ന് നിന്ന് എന്നെ നോക്കി നിന്ന് ചിരിക്കുന്നു. ഞാനും ചിരിക്കുന്നു, അവരും ചിരിക്കുന്നു. അത്രയും കണ്ട് അപ്പോഴത്തേന് രാവിലെ ആയപ്പം തലവേദനയില്ല, ഒന്നുമില്ല. ഇപ്പം ഹാപ്പിയാണ്. എനിക്കങ്ങനെ ഒരു രോഗങ്ങളും അങ്ങനെ വരുന്നതല്ല. പക്ഷെ ഇവിടെ വന്ന് ഫസ്റ്റിലേക്ക് കയറിയപ്പം തന്നെ തലവേദന സ്റ്റാർട്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ മകൻ തലവേദനയാണെന്ന് പറഞ്ഞ് ഇന്നലെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ ഓർക്കുന്നു, പ്രാർത്ഥിച്ചു വിട്ടിരുന്നു. ഈ മകന് ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ പയ്യെ ഇളകി വരുന്നതാണ്. അതിങ്ങനെ ഇവിടെ ഒരു രോഗമില്ലാതെ വരുന്ന വ്യക്തിയാണെങ്കിലും അവർ പോലും അറിയാണ്ട് ചില അസ്വസ്ഥതകളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട്. അത് തിന്ന് വിട്ടു പോകുന്നതിൻ്റെ അടയാളമാണത്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മേഴ്സി, കൊല്ലത്തുനിന്ന് വരുന്നു. ധ്യാനത്തിന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര തലവേദനയും മുട്ടിന് വേദനയും ശരീരം മുഴുവനും വേദനയൊക്കെ ആയിരുന്നു. ഈ ധ്യാനം കൂടിയൊരു കുറവ് ആ വേദനയെല്ലാം മാറി. പിന്നെ ധ്യാനത്തിന് വരാൻ നല്ല തടസ്സങ്ങളുണ്ടായിരുന്നു, അതെല്ലാം മാറിക്കിട്ടി. അമ്മയ്ക്കും അമ്മയുടെ മകനും 1000 നന്ദി, സ്തുതി. പ്രൈസ് ദി ലോർഡ്. ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് കാലിലൊക്കെ സൗഖ്യം കൊടുത്ത് കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ച് കൊടുത്ത സൗഖ്യത്തിലേക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് യേശുവേ നന്ദി. എൻ്റെ പേര് സുഭാഷി, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര പ്രയാസവും ദുഃഖവും അതെല്ലാം മാറി വായിക്കാൻ സാധിച്ചു. അതുപോലെ ഇന്നലെയും 2 പ്രാവശ്യം നല്ല മണം, നല്ല സുഗന്ധാഭിഷേകം കിട്ടുകയും മാതാവിനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും സാധിക്കുകയും ചെയ്തു. ദൈവമേ നന്ദി. ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഒന്ന് കരങ്ങളടിച്ച് സുഭാഷ് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് പ്രൈസ് ദി ലോർഡ്. കൊല്ലത്തിന് നീതാക്കരയിൽ വരുന്നു. ഒരു ദിവസം പോലും ഫോണില്ലാതെ ഇരിക്കത്തില്ല, ഒരു സെക്കൻഡ് പോലും. ഇവിടെ വന്നപ്പോൾ ആ ഫോണിൻ്റെ ഓർമ്മയെ വന്നു. മാതാവിനെ ബ്രദറ് തലയിൽ കുരിശ് വരച്ച് സ്തുതിച്ചപ്പോൾ കാണാൻ പറ്റും. ശാരി മാതാവിനെ ഉണ്ട്. പിന്നെ അമ്മയും അച്ഛനും പിന്നെ വരക്കായിരുന്നു ഇതിൻ്റെ മുമ്പ്. അത് പിന്നെ ഇപ്പോൾ ഇവിടെ അമ്മ ധ്യാനത്തിന് വന്ന ശേഷം പപ്പ മനസ്സ് മാറി അമ്മേൻ്റെ അടുത്ത് കേട്ടോ. അപ്പനും അമ്മയൊക്കെ വഴക്കായിരുന്നു. പക്ഷേ അപ്പനും അമ്മയും വഴക്കാണെങ്കിൽ ധ്യാനത്തിന് വന്ന ശേഷം മിണ്ടി തുടങ്ങുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ജാസ്മിൻ. ഞാൻ ചെന്നിത്തലയിൽ നിന്ന് വരുന്നു, മാവേലിക്കര ചെന്നിത്തലയിൽ നിന്ന് വരുന്നു.
എൻ്റെ അമ്മയും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ 3 മാസം കൊണ്ട് ധ്യാനത്തിന് വരാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഷീജ എന്നോട് പറഞ്ഞു നമുക്കവിടെ ധ്യാനത്തിന് പോകാൻ ചേച്ചി, നമുക്ക് എല്ലാവർക്കും കൂടെ പോകണമെന്ന്. 3 മാസം കൊണ്ടും വരാൻ ഒരുങ്ങുന്നു, എനിക്ക് വരാൻ പറ്റുന്നില്ല, ഭയങ്കര തടസ്സങ്ങളായിരുന്നു. പിന്നെ മിനിഞ്ഞാന്ന് വരാനായിരുന്നെങ്കിൽ തന്നെയും ഞാൻ ജോലിക്ക് പോയെടുത്തു നിന്ന് അവർ വിടത്തില്ലെന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രദറിനെ വിളിച്ചു, ബ്രദറെ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇന്നപോലെ ബ്രദറിന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. ഷീജയൊക്കെ വണ്ടിയിൽ വരുമ്പോൾ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, ആന്റി വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളെ 4 മണിയായിട്ടും അവർ വിടുന്ന പോലില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ എന്ന് പറഞ്ഞു. ഇതിനിടയിലാണ് 2 മാസത്തിന് മുമ്പ് ഞാൻ ഒരുപാട് വിഷമിച്ച് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലെ എൻ്റെ ഗേറ്റേൽ ഞാൻ ഈശോയെയും ഉണ്ണീശോയെയും മാതാവിനെയും കൂടെ എൻ്റെ ഗേറ്റേൽ 1 മണിക്കൂർ നേരം എൻ്റെ ഗേറ്റേൽ, അപ്പം മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു, ഒരു 1.5 മണിക്കൂറോളം മാതാവ് ഈശോയും എൻ്റെ ഗേറ്റേൽ ഇങ്ങനെ വന്ന് നല്ല തെളിച്ചത്തിൽ എനിക്ക് ഈശോയെയും മാതാവിനെയും ഉണ്ണീശോയെയും കാണാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് ദുഃഖങ്ങളും ഒത്തിരി പ്രയാസങ്ങളുമായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ കാണുന്നത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് ഞാൻ അന്നേരം തന്നെ ഷീജനെ വിളിച്ചു. ഷീജ ഇന്നപോലെ മോളെ ഞാനിങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കേ, നമുക്ക് എന്നിട്ട് ഇനി അവിടെ ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നലെ ആണെങ്കിലും വന്നപ്പോൾ പോലും ഞാൻ ഈശോയെയും മാതാവിനെ ഇങ്ങനെ കാണുന്നുണ്ട്. എന്നെ വന്ന് തൊടുന്നു, എന്നെ സമാധാനപ്പെടുത്തുന്നു. നീ വിഷമിക്കേണ്ട മോളെ, നിന്റെ സുഖങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം എന്നും പറഞ്ഞ് എന്നെ വന്ന് വിളിച്ചു. ഇന്ന് ഞാൻ അവിടെ കിടന്നപ്പോഴും എന്നെ വന്ന് തൊട്ടിട്ട് പറഞ്ഞു മോളെ നീ വിഷമിക്കണ്ട, നിന്റെ വിഷമമൊക്കെ ഞാൻ എടുത്തു മാറ്റും, നീ വിഷമിക്കാതെ നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്, ഒരാണും ഒരു പെണ്ണും. എൻ്റെ മോളെ കല്യാണം കഴിച്ചു വിട്ടു, എൻ്റെ മോനും കല്യാണം കഴിച്ചു. ഞാനും എൻ്റെ അമ്മയും എൻ്റെ ആങ്ങളെയും കൂടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ആങ്ങളയുടെ വീട് ചുറ്റിയാകാൻ പോവാണ് ഈ 16-ാം തീയതി ചിട്ടിയാകുവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം, അതൊഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരിയൊക്കെ ഞങ്ങൾ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല, പൈസ അടയ്ക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും ഈശോ വേറെ ഒരുപാട് നന്ദിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നൽകിയ അനുഗ്രഹത്തെ കരങ്ങളടിച്ച് ബോധപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്.